അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ ഒരു സൺസെറ്റ് കാണാൻ നല്ല രസമല്ലേ പുറത്തത്തെ. ഇത് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു എടക്കയൂർ കഴിഞ്ഞ ഭാഗം തൊട്ട് നല്ല രസമായിരുന്നു ഇരുന്ന് കാണാനൊക്കെ ആയിട്ട്. ഞങ്ങളിപ്പോൾ പോണത് പൊന്നാനിയിലേക്കാണ്. പൊന്നാനിയിൽ സിയാർത്ത് നടത്താനായിട്ട് പോവാണ്. അപ്പോൾ ഉമ്മാക്ക് വയ്യാത്തതിൻ്റെയും പിന്നെ കുറച്ച് നല്ല ഒരു ഇതൊക്കെ ആയിട്ട് വർക്കത്തൊക്കെ വരാനൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പോവാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് പൊന്നാനിയിലേക്കാണ് പോകുന്നത്. പൊന്നാനി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സഭയിലും കയറാമെന്ന് വിചാരിച്ചു, ഇസ്ലാം സഭയിലേക്ക്. അങ്ങനെ പൊന്നാനി KSRTC എത്തിയിട്ടുണ്ട്. ഉമ്മിയും മോനും ഭയങ്കര ചർച്ചയിലാണ്, പൊന്നാനിയാണോ പുതുപ്പൊന്നാനിയാണോ ആദ്യത്തെ എന്നുള്ളത്. അങ്ങനെ പുതുപ്പൊന്നാനിയാണ് ഇപ്പോൾ ഇത് ഞങ്ങളെത്തി നിൽക്കുന്ന സ്ഥലം. അങ്ങനെ വണ്ടിയൊക്കെ കയറി ചെറിയൊരു റോഡാണ് കേട്ടോ. അതായത് പണ്ടത്തെ ഒരു ഇതിലൊക്കെയാണ് ഈ ഒരു റോഡും വീടുകളൊക്കെ പോണത്. ഒരു പുരോഗമനം വന്നിട്ടില്ല. പുരോഗമനം എന്നല്ല അതിനെ പറയേണ്ടത്, എന്താ പറയുക, പഴമയെ കൊന്നിട്ടില്ല എന്നൊക്കെ പറയില്ല, അതുപോലെ. ഇതാ കാണുന്ന ആ ബിൽഡിങ്ങിൽ അതാണ് നമ്മളുടെ മതം പഠിപ്പിക്കുന്ന സ്ഥലം, മതപഠനം. പൊന്നാനിയിൽ പോയി മതം മാറ്, പൊന്നാനിയിൽ പോയി തപ്പിയിട്ടോ എന്നൊക്കെ പറയില്ല, അതാ കാണുന്നത് ഇത് അവിടെയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കാണുന്നൊരു കുളമാണ് കേട്ടോ. ഇതിൻ്റെ സൈഡോരത്തൊക്കെ ഓരോ ഉപ്പുപ്പയും ഉമ്മുമ്മയൊക്കെ വന്നിരുന്ന് ഉമ്മുമ്മമാരില്ല കേട്ടോ, ഉപ്പുപ്പമാർ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇത് പൊന്നാനിയിലെ വലിയ പള്ളിയാണ് കേട്ടോ. ഇതൊക്കെ മറ്റേ മക്കി മദീനൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ്, ഈ മണ്ണിലാണ് അത്രയും പവറുള്ളത്. അങ്ങനെ ഇത് രാത്രി വ്യൂ ആണ് അതിൻ്റെ ഒരു സൈഡ്. ഇത് നേരിട്ട് കണ്ടാൽ നമ്മളവിടെ കണ്ടു നിന്ന് പോകും, അത്ര രസമാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു സമാധാനം കിട്ടുന്ന ഏരിയ. അത്രയും നമ്മുടെ മനസ്സിന് എനിക്ക് നല്ല പോസിറ്റീവായിരുന്നു കിട്ടിയത്. അങ്ങനെ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവിടെ കൊടുത്ത് നല്ലോണം ദുആ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും സാധിക്കട്ടെ ഇവിടേക്കൊക്കെ എത്താൻ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മതമൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ പോയി പഠിച്ചാൽ മതി. ഇവിടുത്തെ സർട്ടിഫിക്കറ്റിനാണ് വാല്യൂ ഉള്ളത്. മാത്രമല്ല ഈ മണ്ണിന് അത്രയും പവറാണ്. നമുക്ക് പഠിച്ച അനുഗ്രഹം ഇങ്ങനെ തന്ന് ഇതൊക്കെ ആവുമെന്ന് പറയില്ല, അതേപോലെ പഠിച്ചവൻ്റെ അത്ര അനുഗ്രഹമുള്ളൊരു മണ്ണാണ് അത്.